നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് മഴയുണ്ട്. ഏതൊക്കെ ജില്ലകളിലാണ് മഴയുള്ളത്, ഏതൊക്കെ ജില്ലകൾക്ക് മുന്നറിയിപ്പുണ്ട്, വിശദമായി നോക്കാം. വരുന്ന മണിക്കൂറുകളിൽ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. വരുന്ന 5 ദിവസവും മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്, മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല നാളെ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും 9-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും 10-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലുമാണ് മഞ്ഞ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യം. അതിനെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നോക്കാം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 10-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ആവർത്തിക്കുന്നില്ല, പക്ഷേ ആ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ മനസ്സിൽ വെച്ച് വളരെയധികം സുരക്ഷിതരായിരിക്കുക. പ്രത്യേകിച്ച് പാലിക്കേണ്ട കാര്യങ്ങൾ, ഈ ഒരു ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. മാത്രമല്ല വൈദ്യുതി ബന്ധങ്ങളുടെ ഗൃഹോപകരണങ്ങളുമായുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു ജില്ലകളിൽ, ലക്ഷദ്വീപിലും ഈ ദിവസങ്ങളിൽ മിതമായ മഴയായിരിക്കും പെയ്യുക. അതായത് അലർട്ട് ഇല്ലാത്ത ജില്ലകളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ട്. വിവിധ ഇടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് വികിരണം തുടരുന്നുണ്ട്. അതുകൊണ്ട് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണം. പ്രത്യേകിച്ച് മഴയുള്ളിടത്തൊന്നും ഇത്തരത്തിൽ ഒരു സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏറ്റിട്ടുള്ള മറ്റ് പ്രതിസന്ധികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ മഴയില്ലാത്ത ജില്ലകളുണ്ട് ഇപ്പോഴും. അവിടങ്ങളിലുള്ളവർ വളരെ സുരക്ഷിതരായിരിക്കുക. ഉയർന്ന വികിരണം ഏൽക്കുന്നത് സൂര്യാഘാതത്തിന്, ചർമ്മരോഗങ്ങൾക്കും കാരണമാകാം. മലയോര തീര മേഖലകളിൽ ജാഗ്രത പാലിക്കണം. മൂന്നാറിലാണ് വികിരണം ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അതീവ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് കൂടി അധികൃതർ നൽകുന്നുണ്ട്. കോന്നി, ചങ്ങനാശ്ശേരി, തൃത്താല, പൊന്നാനി, ബേപ്പൂർ എന്നിവിടങ്ങളാണ് ഇത്തരത്തിൽ ഏറ്റവും അധികം വികിരണമുള്ള ഇടങ്ങൾ. അപ്പോൾ ഇവിടങ്ങളിലുള്ളവരൊക്കെ സുരക്ഷിതരായിരിക്കുക. ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇവിടെയൊക്കെ. കൊട്ടാരക്കര, ചെങ്ങന്നൂർ, കളമശ്ശേരി, ഒല്ലൂർ, മാനന്തവാടി എന്നിവിടങ്ങളിൽ മുൻകരുതൽ എടുക്കേണ്ട പട്ടികയിലാണ് ഉള്ളത്. ധർമ്മടം, മുതുമ എന്നീ സ്ഥലങ്ങളിലും പട്ടികയിലുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലുള്ളവർ വളരെ ജാഗ്രത പാലിക്കുക. ഇത്തരത്തിൽ വികിരണമൊക്കെ ഏറ്റവും അധികമുള്ള ഇടങ്ങളാണ്. അപ്പോൾ ഇവിടങ്ങളിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, സൂര്യാഘാതമേറ്റ് പൊള്ളലേൽക്കുന്നു, തൊലിക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്നു. അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല റഡാർ ചിത്രം നോക്കാം. അതിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റഡാർ ചിത്രപ്രകാരം ചില ജില്ലകളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്, മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു മഴക്കാലത്ത് പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ, പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട്, വാഹനങ്ങളിലെ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ടാകും. ഗതാഗതക്കുരുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം, അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കും. തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക. കാലവർഷം നോക്കാം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഈ മാസം 18-നും 25-നും ഇടയ്ക്ക് കേരള തീരത്ത് എത്തിയേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ മാസം പകുതിയോടെ വേനൽ മഴ ശക്തമാകും. ഇപ്പോഴത്തെ ഉയർന്ന താപനിലയിൽ നിന്ന് പെട്ടെന്ന് മഴയിലേക്ക് മാറുന്നതിനാൽ ശക്തമായ കാറ്റിനും മിന്നലിനുമൊക്കെ സാധ്യത. അതുകൊണ്ടാണ് ജൂൺ 1-നോടടുത്താണ് സാധാരണ നമ്മുടെ കേരളത്തിലെ കാലവർഷം എത്താറുള്ളത്. പക്ഷെ നേരത്തെയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ റെക്കോർഡ് ചൂട്, നമുക്ക് സഹിക്കാൻ കഴിയാത്ത ചൂടായിരുന്നു.
ഉണ്ടായിരുന്നു. ഈ ചൂട് കാരണം അന്തരീക്ഷ വായു ചൂടാക്കി മുകളിലേക്ക് ഉയർത്തുക വഴി സമുദ്രത്തിൽ നിന്ന് ഈർപ്പമേറിയുള്ള കാറ്റ് പെട്ടെന്ന് കരയിലെത്തുകയാണ്. ഇതോടെ കാലവർഷം നേരത്തെ എത്തുകയാണ്. ഈ മാസത്തിന്റെ പകുതിയോടെ എത്താനാണ് സാധ്യത. അന്തരീക്ഷത്തിൽ കൂടുതൽ ഈർപ്പം തങ്ങി നിൽക്കുന്നത് പെട്ടെന്നുള്ള അതിതീവ്ര മഴയ്ക്കും കാരണമാകും. അതേസമയം ഇത്തവണ രാജ്യത്താകെ കിട്ടുന്ന മഴയുടെ അളവ് പതിവിലും അല്പം കുറയുമെന്ന ആശങ്ക പൊതുവെ ഉയർന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മെയ് 18-നും 25-നും ഇടയിൽ കാലവർഷം എത്തിയേക്കാം. മെയ് 25-നും ജൂൺ 1-നും ഇടയിൽ കേരളത്തിലും തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലും സാധാരണ കൂടുതൽ മഴ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. അന്തരീക്ഷ സാഹചര്യങ്ങളിൽ മാറ്റം വന്നില്ലെങ്കിൽ മെയ് 25-ഓടെ കേരളത്തിൽ കാലവർഷം എത്തിയേക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അത് സമുദ്രത്തിൽ നിന്നുള്ള കാറ്റിനെ നേരത്തെ കരയിലേക്ക് എത്തിക്കുന്നു. ഇത്തവണ കാലവർഷം എത്തുമ്പോൾ എൽനിനോയുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷ. എൽനിനോ ഉണ്ടായാൽ മഴയുടെ തോത് കുറയാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇത്തവണ കാലവർഷം കനക്കാൻ കാരണമായേക്കും. മെയ് അവസാന വാരത്തോടെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് രൂപപ്പെടാനും അത് ഈർപ്പമുള്ള മേഘങ്ങളെ ഇന്ത്യൻ തീരത്തേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷവും കേരളത്തിൽ കാലവർഷം നിശ്ചയിച്ചത് നേരത്തെ എത്തിയതാണ്. നിലവിൽ കൊടുംചൂടിൽ കേരള ജനത ഉൾപ്പെടെ വലയുന്നു. മാത്രമല്ല ചൂടിനൊപ്പം വരൾച്ചയും കൂടി ഉണ്ടാകുന്ന അവസ്ഥയാണ്. കുടിവെള്ളക്ഷാമമൊക്കെ രൂക്ഷമാകുന്നുണ്ട് പലയിടങ്ങളിലും. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്നലെ തന്നെ മഴ വാർത്ത പങ്കുവച്ചപ്പോൾ ചില പ്രേക്ഷകരൊക്കെ അവരുടെ ജില്ലകളിലും ഈ പ്രദേശങ്ങളിലുമൊക്കെ മഴയില്ല എന്ന പരിഭവമൊക്കെ പങ്കുവയ്ക്കുന്നത് കണ്ടു. അപ്പോൾ മഴ എത്താത്ത അല്ലെങ്കിൽ മഴ ഇപ്പോഴും കിട്ടാത്ത പലയിടങ്ങളിലുമുണ്ട്. അപ്പോൾ അവിടങ്ങളെല്ലാം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. ചൂട് കാരണം ഉണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ രൂക്ഷമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാലവർഷം നേരത്തെ എത്തുമെന്നത് ആ ജില്ലകളിലുള്ളവർക്കും വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. കാലവർഷം പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ വലിയൊരു ആശ്വാസമായിരിക്കും അവിടെയുള്ളവർക്കും കിട്ടുക. അന്തരീക്ഷ താപം കൂട്ടുന്ന കാലാവസ്ഥാ പ്രതിഭാസമായ എൽനിനോ ഇക്കൊല്ലം പാതിയോടെ എത്തിയേക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക കാലാവസ്ഥാ സംഘടന അറിയിച്ചു. മെയ് ആദ്യം മുതൽ ജൂലൈ വരെയുള്ള സമയത്ത് എൽനിനോ പ്രതീക്ഷിക്കാമെന്നാണ് അറിയിക്കുന്നത്. അധികൃതർ ഇത്തവണത്തേത് കടുത്തതായിരിക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിലെ ഭൂമധ്യരേഖാ പ്രദേശത്ത് സമുദ്രോപരിതലത്തിലെ താപനില അസാധാരണമായി കൂടുന്ന പ്രതിഭാസമാണ് എൽനിനോ. ഇത് കാരണം കാറ്റ്, അന്തരീക്ഷ മർദ്ദം, മഴയുടെ ക്രമം എന്നിവയ്ക്ക് മാറ്റമുണ്ടാകും. എൽനിനോ ഇന്ത്യൻ മൺസൂണിനെ ദുർബലമാക്കും. ഇത് കാരണം മഴ കുറയുകയും വരൾച്ചാ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.